അപ്പോൾ നമുക്ക് ഇന്ന് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പച്ചടി തയ്യാറാക്കാം. ഏത്തപ്പഴം കൊണ്ടുള്ള പച്ചടിയാണ്. വളരെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് തേങ്ങ അരക്കൊന്നും വേണ്ട, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം. അതായത് ഒരു 10 മിനിറ്റ് താഴെ മതിയാകും ഇത് ഉണ്ടാക്കാൻ, സമയം അത്രേ എടുക്കുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഏത്തപ്പഴം പച്ചടി ഉണ്ടാക്കിയാലോ? അപ്പോൾ ഏത്തപ്പഴം പച്ചടി ഉണ്ടാക്കുന്നതിന് നമുക്ക് ആദ്യം ഏത്തപ്പഴം വേണം. ഞാനിതിലേക്ക് ഒരു 4 ഏത്തപ്പഴമാണ് എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പാകമായിട്ടുള്ള ഏത്തപ്പഴം വേണം എടുക്കാൻ. അധികം പാകമായി തോല് കറുത്ത ആ ടൈപ്പിലുള്ള ഏത്തപ്പഴം എടുക്കരുത്. ഒരു ടേസ്റ്റ് ദുസ്വാദ് ആ ഒരു പാകം അത് നമ്മളെ ഒന്ന് വേവിച്ചെടുക്കുമ്പോൾ അതിനൊരു വേറെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ഏത്തപ്പഴം എടുത്ത് ഇതിനെ 4 ആയിട്ട് ഇതുപോലെ ഒന്ന് മുറിക്കുക. അപ്പോൾ ഇത് മുറിച്ച് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വേവിക്കുന്നതിന് ഞാൻ ഇതിലേക്കൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച പഴക്കഷ്ണങ്ങൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് പച്ചമുളക് ഇതുപോലെ 2ആയി മുറിച്ച് കീറിയത് ഇട്ട് കൊടുക്കുക. നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, പിന്നെ ഉപ്പ്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഏതാണ്ട് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ഇതിനെ ഒന്ന് ചെറിയ തീയിലൊന്ന് ഇതിനെ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏത്തപ്പഴമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ ഇത് നമുക്ക് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാവേ. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നല്ല രീതിയിൽ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വെന്ത് കഴിഞ്ഞ് ഇത് നമ്മൾ ഉടച്ചെടുക്കുകയൊന്നും വേണ്ട, അല്ലാതെ തന്നെ ഇത് നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനെ കുറച്ച് സമയം തണിയാൻ മാറ്റി വയ്ക്കണം. അധികം തണിയണ്ട, ആ നല്ലൊരു ചൂടങ്ങ് മാറിക്കിട്ടണം. അപ്പോൾ ഇത് ചൂടും ഏതാണ്ട് തണിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് തൈരാണ്. തൈര് എന്ന് പറഞ്ഞാൽ നല്ല കട്ട തൈര്, പുളിയില്ലാത്ത നല്ല കട്ട തൈര് വേണം ഇതിലേക്ക് എടുക്കാൻ. അപ്പോൾ കട്ട തൈരും കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഏതാണ്ട് 1 കപ്പ് തൈരോളം വരും. അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഇതിനൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മളിത് ചൂടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്കൊന്ന് വറുത്തിടാം. വറുത്തിടുന്നതിന് ഞാനിതിലേക്കൊരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് കടുക് നല്ലോണം പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലോണം മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ഈ പച്ചടിയിലേക്ക് ഏത്തപ്പഴം പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ പഞ്ചസാര 1 സ്പൂണ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. എന്തെന്ന് വെച്ചാൽ പഴം നല്ല മധുരമുള്ള പഴമാണ്, അതുപോലെ തൈര് അധികം പുളിയില്ലാത്ത തൈരാണ്. അതുകൊണ്ട് ഇതിലേക്ക് എനിക്ക് പഞ്ചസാര ചേർക്കുന്നില്ല. അപ്പോൾ ആവശ്യം നോക്കിയിട്ട് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പഞ്ചസാര ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു പച്ചടി തയ്യാറായില്ലേ? അപ്പോൾ നമ്മൾ എല്ലാം തേങ്ങ അരച്ചിട്ടല്ലേ വെക്കാറ്. അതായത് നമ്മൾ കൂട്ടുകറി, അവിയൽ, പുളിശ്ശേരി, ഈ സദ്യയ്ക്ക് ഒരുക്കുമ്പോഴെല്ലാം നമ്മൾ തേങ്ങ അരച്ചിട്ടല്ലേ വെക്കാറ്. അപ്പോൾ ഇതൊരു വ്യത്യാസമായിട്ട് തേങ്ങ അരക്കാത്തൊരു നല്ലൊരു പച്ചടി. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ.